പള്ളുരുത്തിയിലെ പുതിയ പാലം പണി പൂർത്തിയായി വരുന്നു. അപ്രോച്ച് റോഡ് പണി എത്രയും വേഗം പൂർത്തിയാക്കി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കണമെന്ന് യാത്രക്കാർ. 1936 പണികഴിപ്പിച്ച പഴയ വെണ്ടുരുത്തി പാലം കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതാണ്. 2007 ഫെബ്രുവരിയിൽ പാലത്തിൽ ഡ്രഡ്ജർ ഇടിച്ചതോടെ പുതിയ പാലം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അപ്രോച്ച് റോഡിനായുള്ള സ്ഥലം കിട്ടാനുണ്ടായ കാലതാമസവും പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ പണത്തിന്റെ കുറവും കാരണം പണി നീണ്ടുപോയതിനാൽ പാലം പണി സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. 640 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പണി ഏകദേശം പൂർത്തിയായി വരുന്നു. പാലത്തിനു സമാന്തരമായുള്ള റെയിൽവേ ലൈനിന്റെ 1/4 ഭാഗമേ പൂർത്തിയായിട്ടുള്ളൂ. 62.5 കോടി ചെലവിട്ടാണ് പാലവും റെയിൽവേ ലൈനും നിർമ്മിക്കുന്നത്. പാലത്തിലൂടെയുള്ള ഗതാഗതം എത്രയും വേഗം പുനരാരംഭിച്ചാൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ഇവിടെ ഈ പാലം ഈ അവസ്ഥയിലായിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ നമുക്ക് മാത്രമല്ല, ഇപ്പോൾ എല്ലാ വണ്ടിക്കാർക്കും ദുരിതമാണ്, പേടിയാണ്. പാലം ഇപ്പോൾ നമ്മളവിടെ നിർത്തിക്കഴിഞ്ഞാൽ കുലുങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പേടിയാണ്. പിന്നെ രാത്രി സമയത്ത് കൂടുതലായിട്ട് നമുക്ക് വരാനായിട്ടൊരു പ്രോബ്ലമാണ്. കൂടുതൽ ട്രാൻസ്പോർട്ടേഴ്സ് വരുന്നതും പിന്നെ ഒരു സൈഡ് കുഴിയാണ് പാലത്തിൻ്റെ. അപ്പോൾ നമുക്ക് ആ സൈഡ് നോക്കി വന്നില്ലെങ്കിൽ ചിലപ്പോൾ കുഴിയിലേക്ക് വണ്ടി മറിയാൻ സാധ്യതയുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് ഈ പുതിയ പാലം വന്നില്ലെങ്കിൽ എല്ലാവർക്കും ഒരു പ്രോബ്ലമാണ്. പാലം ഇപ്പോൾ ഇത് തുറക്കുന്നു കൊടുക്കാത്തതുകൊണ്ട് വളരെ ബ്ലോക്കാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. പാലത്തിന് ഇടയ്ക്കിടയ്ക്ക് കുഴിയുള്ളതുകൊണ്ട് അടയ്ക്കത്തില്ല. അവർ വന്നിട്ട് എന്താണ് വെറുതെ മെറ്റിലിട്ടിട്ട് പോവുള്ളൂ. അത് മഴ പെയ്യുമ്പോഴത്തേനും അത് സൈഡിലേക്ക് വീണ്ടും ആവുന്നു, പിന്നെ അത് തന്നെ കുഴിയാവുന്നു. പാലം അത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുകയായിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ്. പിന്നെ ഞങ്ങളെപ്പോലെ ടൂ വീലറുകാർക്കും കട്ടറുകാരനായിട്ട് ശരിക്കും നല്ലതാണ് ഓടിക്കാനും പറ്റുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വൈപ്പിൻ ഇളങ്കുന്ന പുഴയിൽ ഭൂമാഫിയ നികത്തിയ പുറന്തോട് നാട്ടുകാർ പുനഃസ്ഥാപിച്ചു. വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്നാണ് നാട്ടുകാർ പുറന്തോട് പുനഃസ്ഥാപിച്ചത്. വീട്ടിനുള്ളിലും മുറ്റത്തും മഴവെള്ളം. ഭക്ഷണം പാകം ചെയ്യാനും അന്തി ഉറങ്ങാനും കഴിയാതെ 12ഓളം കുടുംബങ്ങൾ. ഇത് ഇളങ്കുന്ന പുഴയിൽ നിന്നൊരു കാഴ്ച. മുട്ടോളം വെള്ളത്തിൽ നീന്തിയാണ് മിക്കവരും തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഭൂമാഫിയ പുറന്തോട് കെട്ടിയടച്ചതിനെ തുടർന്നാണ് ഇവർക്ക് ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്നതോടെ അതിലൂടെ നീന്തിക്കിടക്കുന്നവർ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ശുദ്ധജല ടാപ്പും ഈ മാലിന്യജലത്തിലായി. ഇതോടെ ഇവരുടെ ജീവിതം നരകതുല്യമായി. പൊതുതോട് നിലവിലുണ്ടായിരുന്നതാണ്. ഒരു 3 മീറ്റർ മുതൽ 5 മീറ്റർ വരെ വീതിയുള്ള പൊതുതോടുണ്ടായിരുന്നതാണ്, വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അതായത് പുതുവൈപ്പ് പുഴയിലേക്ക് കണക്ട് ചെയ്യുന്ന തോടായിരുന്നത്. മഴക്കാലത്ത് കംപ്ലീറ്റ് ഈ ഭാഗത്തുള്ള മുഴുവൻ വെള്ളങ്ങളും പോയിക്കൊണ്ടിരുന്ന തോടായിരുന്നു. അതുകൂടാതെ പുതുവൈപ്പ് പുഴയിൽ നിന്നും വലിയ വള്ളത്തിന് മണ്ണ് കൊണ്ടുവന്നിരുന്ന തോടായിരുന്നു. ഇവിടം വരെ വരുമായിരുന്നു വള്ളങ്ങൾ. ഇപ്പോൾ അത് മൂടിയിട്ട് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ ഇത് സ്ഥലമെടുത്തിട്ട് നികത്തിക്കൊണ്ടാണ്, തോട് നികത്തിക്കൊണ്ടാണ് ഈ വെള്ളക്കെട്ടുണ്ടായത്. ഇപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന വലിയ തോട് ഘട്ടം ഘട്ടമായി വിവിധ കൈവശക്കാർ നികത്തിയതോടെയാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഞങ്ങൾ ജനങ്ങളെ സംഘടിച്ചുകൊണ്ട് ആ തോട് പുനർനിർമ്മിക്കാൻ വേണ്ടി പോകണം. അവിടെ നികത്തിയ സ്ഥലം JCB വെച്ച് മാന്തിക്കൊണ്ട് തോട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു. ഈ വില്ലേജിൽ സ്കെച്ചിലുള്ള തോടാണത്. ആ തോട് ഞങ്ങളിപ്പോൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു. ആ തോട് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിരവധി തവണ ഭൂമാഫിയക്കെതിരെ പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതോടെയാണ് വാർഡ് മെമ്പറിന്റെ സഹായത്തോടെ നികത്തിയ തോട് ഇവർ പുനഃസ്ഥാപിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.